ലാവോസ് മനുഷ്യക്കടത്ത് കേസിൽ ഒരാൾ കൂടി പിടിയിലായി. പള്ളുരുത്തി സ്വദേശി ബാദുഷയാണ് പിടിയിലായത്. ചൈനീസ് കമ്പനിയായ യിങ്ലോണിന് 30 യുവാക്കളെ വിൽപ്പന നടത്തിയ കേസിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു വിഷ്ണു? സുഖമായിട്ട് പോകുന്നു സാർ, നന്നായിട്ട് പോകുന്നു. എന്തോ 2 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ലാത്തൊരു ഫീലാണല്ലോ മുഖത്ത് നോക്കിയാൽ. അങ്ങനെയൊന്നുമില്ലല്ലേ? കുഴപ്പമൊന്നുമില്ല സാർ, ഇല്ല. അപ്പം നടക്കട്ടെ. അപ്പം നമ്മുടെ ഒരു പ്രധാനിയെ പിടിച്ചിട്ടുണ്ടല്ലോ, വിവരങ്ങൾ. ഇതൊരു ചെറിയ ശൃംഖലയല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തട്ടിപ്പിന് കൂടുതൽ മലയാളികളെ ലാവോസിലേക്ക് ഇവിടെ നിന്ന് ആളുകൾ കടത്തിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അതിലേറ്റവും പ്രധാനിയാണ് എന്ന് പോലീസ് നിലവിൽ വിലയിരുത്തുന്ന ബാദുഷയാണ് തോപ്പുംപടി പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട് അഫ്സർ എന്ന് പറയുന്ന ഒരാളെ പിടികൂടിയിരുന്നു. ഈ അഫ്സറിനെ ലാവോസിലേക്ക് എത്തിച്ചത് ബാദുഷയാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന് പുറമെ 30-ലധികം ആളുകളെയും ഇയാൾ എത്തിച്ചിട്ടുണ്ട്. പ്രധാനമായും ലാവോസിലേക്ക് ആളുകളെ കടത്തുന്നത് ടെലികോളർ ജോലി എന്ന് പറഞ്ഞാണ് ഇവിടുന്ന് അവരുടെ നിന്ന് പണം വാങ്ങുന്നത്. പക്ഷേ അവിടെ അവരുടെ ജോലി ആളുകളെ പറ്റിക്കലാണ്. അതായത് അവിടെ നിന്ന് ഫേക്ക് അക്കൗണ്ടുകൾ വഴി ഇവിടെയുള്ള മലയാളികൾക്ക് മെസ്സേജ് അയക്കുകയും അതുവഴി ഓൺലൈൻ തട്ടിപ്പിലൂടെ പണം കണ്ടെത്തുകയാണ് ഇവരുടെ ലക്ഷ്യം. സംസ്ഥാന പോലീസ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ വിഭാഗത്തെ രൂപീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. ഒപ്പം നെടുമ്പാശ്ശേരിയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് ഇന്ന് രജിസ്റ്റർ ചെയ്തു. ആ കേസിൽ 6 പേരുടെ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇന്നലെ കംബോഡിയയിൽ നിന്ന് രക്ഷപ്പെട്ടവർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുകയും തുടർന്ന് നൽകിയ പരാതിയിലുമാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തത്. കേന്ദ്ര ഏജൻസി അടക്കം ഈ വിഷയത്തിൽ പ്രാഥമികമായി അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതൊരു വലിയ ശൃംഖലയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും. ബാദുഷയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ബാദുഷയെ വിദേശത്തേക്ക് കൊണ്ടുപോയ ആളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണു സുരേഷ്.